ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസാണ്. ഈ വെയിലത്തെല്ലാം നമുക്ക് കുടിക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി 2 കുക്കുംബർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നമുക്ക് ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊണ്ട് മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. രണ്ട് കുക്കുംബറും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. കുരു മാറ്റിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതുപോലൊരു അരിപ്പയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ കുരു ഇല്ലാതെ നമുക്കിതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് അരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്ര ഗ്ലാസ് ജ്യൂസാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു 6 ഗ്ലാസ്സിനുള്ളതാണ് എടുക്കുന്നത്. അത്രയും വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താവുന്നതാണ്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുക്കുംബർ ജ്യൂസാണ്. ചെറിയൊരു പുളിപ്പോട് കൂടി കുടിക്കാൻ നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതുപോലെ നമ്മൾ കുറച്ചധികം അടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കെടുത്ത് കുടിക്കാൻ നല്ല സുഖമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.